മുടിക്ക് വേണ്ടി ഇനി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട, 10 പൈസ പോലും ചിലവഴിക്കേണ്ട, ഒരു കെമിക്കലിൻ്റെയും പുറകെ പോകേണ്ട. വീട്ടിലുള്ള ഒരു ചെറിയ സ്പോഞ്ച് കൊണ്ട് നമ്മുടെ മുടിയിൽ ചെയ്യാവുന്ന ഒരു കിടിലൻ സൂത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രയാസകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചില സിമ്പിൾ ടിപ്പുകൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെഴുകുതിരിയാണ്. ഇതിപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നല്ല മെഴുകുതിരി എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കത്തി തീർന്നിട്ട് പാതിയായതോ അല്ലെങ്കിൽ ഈ മെഴുകുതിരി നമ്മൾ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വീടാണെങ്കിൽ അതെല്ലാം കൂടെ ഉരുകിയിട്ട് നമ്മൾ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഉരുകി നിലത്ത് വീണ് പോയ മെഴുകുതിരിയൊക്കെ ആണെങ്കിലും എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ വഴിയേ പറയാം. മെഴുകുതിരി എല്ലാം കൂടെ ഞാൻ ഇതുപോലൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു നൂല് നമുക്കൊന്ന് മാറ്റിയെടുക്കുക. ഇതിപ്പോൾ പുതിയ മെഴുകുതിരി ആയതുകൊണ്ടാണ് ഇത്രയും നൂല് വന്നത്. ഈ നൂല് കളയണ്ട, അതുകൊണ്ട് നമുക്കൊരു ഉപകാരമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ക്രയോൺ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്രയോൺ ഒന്ന് ഉരുകി വന്നപ്പോഴത്തേനും നമുക്ക് നല്ലൊരു കളറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തുവാ ചെയ്യാൻ പോകുന്നതെന്നല്ലേ? പറയാവേ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 2 മുട്ട തോടാണ്. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ നമ്മളൊരു ചെറിയ ഹോളിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ മുമ്പ് എടുത്ത് വെച്ച മെഴുകുതിരിയുടെ നൂലും കൂടെ വേണം. എന്നിട്ട് പച്ച ഈർക്കിളിയിൽ മെഴുകുതിരിയുടെ നൂല് ഇതുപോലൊന്ന് കൊളുത്തി വെക്കണം. അപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിച്ചാൽ മതി. ആ ഒരു നീളമുള്ളതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. ഇനി 2 ഗ്ലാസ് എടുത്ത് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മുട്ട ഇതുപോലൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നേരെ വെച്ച് കൊടുക്കണേ, ചെരിച്ച് വെക്കരുത് നിങ്ങൾ. പിന്നെ നമ്മൾ ഈർക്കിളിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു നൂലും കൂടെ ഇതിനുള്ളിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അധികം ചെരിയാതെ നോക്കണം. പിന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. പുറത്തോട്ടൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കണം, നിറച്ച് ഒഴിച്ചു കൊടുക്കുക. 2ലും ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ആദ്യത്തേത് ഞാനിവിടെ റെഡിയാക്കി വെച്ചു. ഇനി രണ്ടാമത്തേത് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണം ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉറഞ്ഞു കിട്ടണം. അപ്പം ഇത് സാവകാശം ഇരുന്ന് പറയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ തോട് പൊളിക്കുന്ന പോലെ നമുക്കിത് പൊളിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടോ, പൊളിച്ചെടുത്തപ്പോൾ നോക്കി നല്ല ഭംഗിയല്ലേ നോക്കിയാൽ. രണ്ടും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്യാൻഡിലാണിത്. അപ്പം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് കത്തിച്ച് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് നല്ലൊരു സുഗന്ധമാണ്. നമ്മൾ ആ ഒരു സ്പ്രേ അടിച്ചില്ലായിരുന്നോ, ആ ഒരു ക്യാൻഡിൽ കത്തിക്കുമ്പോൾ ആ ഒരു സ്പ്രേയുടെ നല്ലൊരു സുഗന്ധം ഇവിടെ വ്യാപിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എസൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്യാൻഡിലുകളൊക്കെ പല മോഡലുകളും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനിത് ചുമ്മാ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് ചെയ്താൽ മുട്ടത്തോട് വെച്ചിട്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല നോക്കി ഇത് കത്തിയൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് കുറേ സമയം നിൽക്കും കേട്ടോ, പെട്ടെന്നൊന്നും ഉരുക്കി തീരത്തൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ മെഴുകുതിരി കത്തിച്ച് വേസ്റ്റ് ആയിട്ടുള്ള മെഴുകുതിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത ടിപ്പിലോട്ട് പോകാം. നമുക്കിവിടെ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഈ മുരിങ്ങയില എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ വളരെ സൂക്ഷിച്ച് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടിക്കരിഞ്ഞു പോകും അല്ലേ. അപ്പം ഇനി ഇങ്ങനെ മുരിങ്ങയില കിട്ടിയാൽ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ആ ന്യൂസ് പേപ്പറിലോട്ട് വെള്ളമായി ഒന്നും കാണരുത് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും, വാടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം ഒട്ടും തന്നെ വെളിയിലേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി. ഫ്രഷ് ആയിട്ടിട്ടിരുന്നോളും, വാട്ടലുണ്ടാകത്തില്ല, അതുപോലെ പൊഴിഞ്ഞു പോകുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പം മുരിങ്ങയിലയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിനി പെട്ടെന്ന് കറി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില വൃത്തിയായിട്ടിട്ട് കഴുകി ഇട്ട് കൊടുക്കാം.
നിങ്ങൾ മുരിങ്ങയില ചായ കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കണേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മുരിങ്ങയില ചായ എന്ന് പറയുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിനുകളും ധാതുക്കളും ഒക്കെ ഒരുപാടുണ്ട്. ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മുരിങ്ങയില കഴിക്കുന്നത് ഏറ്റവും ഗുണമുള്ള സംഭവമാണ്. അപ്പം മുരിങ്ങയില ഇതിൽ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ട്. അത് പഞ്ചസാര ചേർക്കാതെ ഇങ്ങനെ നമ്മൾ ഒരു ചായ രൂപത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഹെർബൽ ഡ്രിങ്ക് ആയിട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കുടിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഇടയ്ക്കൊക്കെ മുരിങ്ങയില ചായയും കൂടെ ഉണ്ടാക്കി കുടിക്കുക. നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ മുരിങ്ങയില കിട്ടിയാൽ അതൊക്കെ ഒരുക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണെന്ന് പലരും പറയും. ഒരു പാടുമില്ലെന്നേ, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെയാണ്. ചിലരാണെങ്കിലും മുരിങ്ങയില കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഇതൾ പറിക്കാനായിട്ടിരിക്കും. ഇതിങ്ങനെ പറിച്ചിട്ടിടും. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഇലയെല്ലാം ഒന്ന് ഒരുക്കിയെടുക്കണം എന്തുമാത്രം സമയം എടുക്കും നമുക്കല്ലേ. അപ്പോൾ ചിലരിങ്ങനെ ചെയ്യും. പക്ഷേ ഈ മുരിങ്ങയുടെ ഇലയുടെ ആ ഒരു ചെറിയ തണ്ടൊക്കെ നമ്മൾ കറിയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. ഓരോ ഇലയായിട്ട് ഇങ്ങനെ പറിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. ആ ചെറിയ ചെറിയ തണ്ടൊക്കെ അങ്ങനെ തന്നെ ഇടുന്നത് ഒത്തിരി നല്ലത് തന്നെയാണ്. ഇനി അഥവാ ഇനി മുരിങ്ങയില ഒരുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഹോളിൽ കൂടെ കയറ്റി ഇങ്ങനെ ഒന്ന് ഇറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിട്ട് പെട്ടെന്ന് മുരിങ്ങയില ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഓരോന്നായിട്ടും ഇങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ചിലരാണ് ഓരോന്നായിട്ടാണ് അടർത്തി ഇടുന്നത്. അപ്പോൾ ആ ചെറിയ തണ്ടും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. നാരുകളല്ലേ, അപ്പോൾ അത് ഉൾപ്പെടുത്തി അത് കളയാതിരിക്കുന്നത് നല്ലത്. ഇനി ആർക്കെങ്കിലും ഇനി ഒരു ഇതുപോലെ ചെറുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മുരിങ്ങയില ഒരുക്കിയെടുക്കാൻ പറ്റും. ഇപ്പം കുട്ടികളൊക്കെ ടി വി കാണുന്ന സമയത്ത് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് മുരിങ്ങയില അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ടി വി കാണലും നടക്കും, മുരിങ്ങയില ഒരുക്കി കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം കൂടെ എത്തിച്ചത്. ഇനി മുരിങ്ങയില നമ്മളിങ്ങനെ അടർത്തി ഇട്ട് കഴിഞ്ഞാൽ ആ ചെറിയ തണ്ട് അതങ്ങനെ കിടക്കുമ്പം നമ്മൾ തോരനെ വെക്കുമ്പം കട്ട കെട്ടി കിടക്കും എന്നുള്ളൊരു ചിന്ത വേണ്ട. ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് അടർത്തി ഇട്ടതിന് ശേഷം അതൊന്ന് ഇങ്ങനെ, ഞാനാണെങ്കിൽ ഇതുപോലെ കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് അരിഞ്ഞും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലർ പറയും മുരിങ്ങയില കത്തി തൊട്ടാൽ കഴിക്കും അല്ലെങ്കിൽ അരിയാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാലും ഇതിന് കയ്പോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി വേറൊരു ടിപ്പും കൂടെ പറയാം കേട്ടോ. ഈ മുരിങ്ങയില ഇങ്ങനെ അടർത്തി എടുത്ത ശേഷം ഇത് നമ്മൾ സാധാരണ കളയാറല്ലേ പതിവ്. ഈ ഒരു തണ്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതൊന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിക്കഴിഞ്ഞ് ഒരു നീളമുള്ള കമ്പിൽ വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ വീടിൻ്റെ മുകൾ വശത്തൊക്കെയുള്ള മാറാലയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനൊരു പ്രത്യേക സ്മെല്ലല്ലേ ഉള്ളത്. അപ്പം പിന്നെ എട്ടുകാലിയൊന്നും വരത്തേയില്ല. ഇതുകൂടെ ചെയ്ത് നോക്കണേ. ഇനി മുരിങ്ങയിലയുടെ വേറൊരു ഗുണമെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടും വേദന മാറാൻ വേണ്ടിയിട്ടും ഒത്തിരി നല്ലതാണ്. ഇത് എൻ്റെ കൈയുടെ ഇവിടെ കുറച്ച് നീരുണ്ടൊന്ന് ഉളുക്കിയതായിരുന്നു. അപ്പം നോക്കിയേ, ഈ നീരൊക്കെ നമുക്ക് ഈസി ആയിട്ടിട്ട് ഇനി ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മുരിങ്ങയിലയും ഉപ്പും കൂടെ ഒന്ന് അരച്ചിടണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു പിടി മുരിങ്ങയില മതി. മുരിങ്ങയില എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ കല്ലുപ്പിന് നല്ല വേദന കുറയ്ക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിലയ്ക്കും. അപ്പോൾ ഈ കല്ലുപ്പും മുരിങ്ങയിലയും കൂടെ ഒരല്പം വെള്ളം ചേർത്താൽ മതി. ഇപ്പം നിങ്ങൾ കല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റ് പോലെ. എന്നിട്ട് ഇത് നീരുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് ഉണങ്ങി വരുമ്പോൾ വീണ്ടും 2-3 കോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യമായിട്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഉള്ള വേദനയും ഒരു ചുളുചുളുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം മാറിയിട്ട് നല്ല ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഒരു 2-3 ആവർത്തി ഇതിങ്ങനെ ഒന്ന് ഇട്ട് നോക്കും. ഇത് ഒറ്റ തവണ ഇട്ട ഉടനെ പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ട് കാലം മുതലുള്ള നമ്മുടെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഉടനെ ഹോസ്പിറ്റലിലോട്ട് പോകാതെ കണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ടും കൂടെ മറക്കരുത് കേട്ടോ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പം ഞാനിവിടെ കുറച്ച് പേരയില എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ടിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം തലയിൽ താരം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു ചൊറിച്ചിലായിരിക്കും അല്ലേ. താരം പോകാനായിട്ട് പല വഴികൾ പരീക്ഷിക്കുന്നവരായിരിക്കും. പക്ഷേ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ താരം പോകാനായിട്ട് ഈസി ആയിട്ടിട്ടൊരു എളുപ്പ വഴിയാണ് കേട്ടോ ഇത്. ഈ വൃത്തിയില്ലായ്മയാണ് താരനുണ്ടാകാനായിട്ട് ഒന്നാമത്തെ കാരണം. നനഞ്ഞ മുടിയൊക്കെ കെട്ടി വയ്ക്കുക, അങ്ങനെ തലയോട്ടിയൊക്കെ വൃത്തിയില്ലാതെ വെക്കുന്നത് കൊണ്ടാണ് താരൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് താരം മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പേരയില ഒന്ന് അരച്ചിട്ടെടുക്കണം. അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നീരൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ അരമുറി നീരിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്പോഞ്ച് എടുക്കണം നമ്മൾ.
അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ചിലാകുമ്പോൾ നന്നായിട്ട് ഇത് അബ്സോർബ് ആയിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പോഞ്ചിൽ മുക്കിയിട്ട് നിങ്ങൾ തലയോട്ടിയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആവും കേട്ടോ. അപ്പോൾ സ്പോഞ്ചിൽ മുക്കി നന്നായിട്ട് തലയോട്ടി എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. അതിനുശേഷം മുടി നന്നായിട്ടിട്ട് തേച്ച് കഴുകുക. ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ താരനുള്ള മുടിയിൽ ഇത് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് മുടി ഉണക്കിക്കഴിഞ്ഞാൽ താരൻ കംപ്ലീറ്റ് മാറുന്നതായിരിക്കും. അതുപോലെ മുടി സമൃദ്ധിയായിട്ട് വളരും. മുടിക്ക് നല്ലൊരു തിളക്കവും കിട്ടും, നിറം കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ താരൻ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള ഒരു തിളക്കവും ഒരു ഒരു തിക്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് തലയോട്ടി തന്നെയല്ല, മുടി ഇഴകളിലൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ ചിലർക്ക് അകാരണമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.